യാത്രയുടെ രണ്ടാമത്തെ ദിവസം നമ്മൾ ലോകത്തിലെ തന്നെ അത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ കാണാനാണ് പോയത്. തലേ ദിവസം ആഗ്രയിലെത്തി അവിടെ സ്റ്റേ നടത്തി. അതിനുശേഷം പിറ്റേന്ന് രാവിലെ നമ്മൾ ഏകദേശം ഒരു 4-5 മണിക്ക് ടൈമിലാണ് പോയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഫോറിനേഴ്സും ഇന്ത്യക്കാർക്കും സെപ്പറേറ്റ് ക്യൂ ആയിരുന്നു. നമ്മൾ ഓൾറെഡി ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ടിക്കറ്റൊക്കെ. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഉള്ളിലേക്ക് കടക്കാൻ പറ്റി. ഓവർ തിരക്കൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ മെല്ലെ നടന്ന് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് ശരിക്കും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. മോർണിംഗ് ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്ക് ശരിക്കും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഞങ്ങളിങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ ആ ഒരു വേൾഡിലെ തന്നെ 7ാമത്തെ അത്ഭുതം കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വിഷ്ണു ഇങ്ങനെ കുറേ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ നടന്ന് നമ്മുടെ അത്ഭുതം കാണാനായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്നു പോവുകയാണ്. അതിനിടയിൽ നമ്മൾ താജ്മഹലിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തു. വേൾഡിലെ 7ാമത്തെ അത്ഭുതമാണ്. ഷാജഹാൻ ചക്രവർത്തി മുംതാസിന് വേണ്ടിയിട്ട് പണിതതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ മെല്ലെ അതിൻ്റെ വെസ്റ്റേൺ ഗേറ്റിലൂടെയായിരുന്നു നമ്മൾ പോയത്. എനിക്ക് തോന്നുന്നു വെസ്റ്റേൺ ഗേറ്റിലൂടെയാണ് ഏറ്റവും നല്ല വ്യൂ കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ മെല്ലെ ഫോണും എടുത്ത് പിടിച്ച് ആ താജ്മഹലിൻ്റെ മോർണിംഗ് വ്യൂ കാണാനായിട്ട് ഇങ്ങനെ മെല്ലെ പതിയെ നടന്നു പോവാണ്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇത്ര രാവിലെ ആയിട്ട് പോലും അത്യാവശ്യം തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മളിതാ വീഡിയോ ഒക്കെ എടുത്ത് മെല്ലെ മെല്ലെ മുന്നോട്ട് പോവുകയാണ്. പോകുമ്പോൾ ശരിക്കും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അടുത്ത് നിന്ന് കാണുമ്പോൾ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നി. അങ്ങനെ നമ്മൾ അവിടെ മുന്നോട്ടെത്തി കുറച്ച് താജ്മഹലിൻ്റെ നല്ല ഭംഗിയുള്ള കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഞാൻ എൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ അതിൻ്റെ അടുത്തേക്ക് ഉള്ളിലേക്ക് മ്യൂസിയത്തിൻ്റെ കൂടി നമ്മൾ ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം മ്യൂസിയത്തിന് 240 സംതിങ് ആ റേറ്റാണ് വരുന്നത്. പിന്നെ നമ്മുടെ എൻട്രി ഫീ 35 or 40 ആ റേഞ്ചായിരുന്നു വരുന്നിട്ടുള്ളത്. അങ്ങനെ പിന്നെ നമുക്ക് ചുറ്റും കുറേ കാഴ്ചകളുണ്ടായിരുന്നു. ആ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ പക്ഷികളുടെ സൗണ്ടും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു പോയിക്കൊണ്ടിരിക്കാൻ. അപ്പോൾ അവിടുത്തെ ഏതൊരു ആംഗിളിൽ വെച്ചാലും അത്യാവശ്യം നമുക്ക് നല്ല ഫോട്ടോസ് വീഡിയോസും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ ഓരോ ഭാഗത്തേക്ക് മുന്നിലേക്ക് പോയി. അവിടെ ഒരു നല്ലൊരു താജ്മഹലിൻ്റെ ഏറ്റവും അടുത്തുള്ള വ്യൂ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോയി. ഇപ്പം ഞാനൊരു കാലിലൊരു നീല കവറ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് സംഭവം നമ്മൾ അവിടെ തന്നെ അവർ മ്യൂസിയത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അങ്ങനൊരു ചെരുപ്പിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ അങ്ങനൊരു കവറ് കെട്ടി വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിങ്ങനെ താജ്മഹലിൻ്റെ അടുത്തുള്ള വ്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യമുന നദിക്കരയിൽ രാവിലത്തെ സൂര്യോദയം കാണാൻ തന്നെ എന്ത് ഭംഗിയായിരുന്നു അറിയുമോ. ഒരു ഡേ അത്രയും മനോഹരമായിട്ടുള്ളൊരു ഡേ ആയിരുന്നു എന്നെ സംബന്ധിച്ച്. ആ ഒരു ദിവസം ഞാൻ ഒരുപാട് ഫോട്ടോസ് എടുത്ത് ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ താഴത്തെ ഭാഗത്തേക്ക് പോയി. അവിടുന്ന് ഓരോ ആംഗിളിൽ നോക്കുമ്പോഴും താജ്മഹൽ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അങ്ങനെ നമ്മൾ വേറൊരു ആംഗിളിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന പോലത്തെ കുറച്ച് റീൽസ് ഒക്കെ ഉള്ള പോലത്തെ വീഡിയോസൊക്കെ കുറച്ചെടുത്ത് അങ്ങനെ നമ്മൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് എടുത്തൊരു വീഡിയോ ആണിത്. നമ്മൾ ഏറ്റവും വൈറൽ വീഡിയോ എന്ന് പറയാം. അപ്പോൾ എല്ലാവരും ചോദിക്കും ഈ വീഡിയോ എടുത്തില്ലേ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ലാസ്റ്റ് പോകാൻ നോക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ എക്സൈറ്റഡ് ആയിട്ടുള്ള ആ ഒരു വീഡിയോ എടുത്തു. അടുത്തടുത്തേക്ക് പോകുമ്പോഴേക്കും താജ്മഹൽ ഇങ്ങനെ കണ്ണിലും അത്ഭുതമായിട്ട് വരുന്ന ഒരു ലാസ്റ്റ് വീഡിയോ കൂടി എടുത്തു. അങ്ങനെ നമ്മളിതാ കുറച്ച് ഫോട്ടോസും കൂടി അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. സത്യം പറയാലോ ഏതൊരു ആംഗിളിൽ നോക്കിയാലും നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ഞാൻ വരാൻ നോക്കുമ്പോഴേക്കും ആ താഴത്തൊക്കെ നിറയെ ആൾക്കാരായിരുന്നു. നമ്മൾ വന്നതിനേക്കാൾ എക്സ്ട്രാ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു താജ്മഹലിൻ്റെ മോർണിംഗ് വ്യൂ ആണ് ഏറ്റവും അടിപൊളി. ആ സൺറൈസിന് മുമ്പുള്ള ആ ഒരു വ്യൂ അടിപൊളിയാണ്. ആ ഒരു എൻ്റർ ഡേ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. കാരണം അത്ര നേരത്തെയൊക്കെ എണീച്ച് താജ്മഹലൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഹാപ്പിയായി, ഡബിൾ ഹാപ്പി.